ട്രിവാൻഡ്രത്ത് നമ്മുടെ ഓളത്തിലെ പിള്ളേരുടെ എനർജി ഉണ്ടെങ്കിൽ കണ്ടോ. തിരുവനന്തപുരം ഫ്ലീ മാർക്കറ്റിൽ നിൽക്കുന്നത് ഇന്ന് ഫെബ്രുവരി 3. ഫ്ലീ മാർക്കറ്റിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഞങ്ങൾ ഇന്നലെ വന്നിട്ട് വ്ളോഗ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, സെറ്റ് ചെയ്യണ തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചു. പ്ലാൻ എന്താണെന്ന് വെച്ചാൽ 10 ആർട്ട് ഡ്രോയിങ് അല്ലെങ്കിൽ പെയിൻറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റോളിൽ പോകും. ഇവിടെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ട് കേട്ടോ, ഫുഡുണ്ട്, ഡ്രസ്സുണ്ട്, അങ്ങനെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ട്. 10 സ്റ്റോളിൽ പോയിട്ട് നമ്മൾ അവരെ സംസാരിക്കുക, പരിചയപ്പെടാം, അവർക്ക് നമുക്ക് സപ്പോർട്ട് കൊടുക്കാം. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ എൻ്റെ സ്റ്റോളുണ്ട്, അവിടെ നമുക്ക് വിസിറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ആർട്ടില്ലാത്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ സ്റ്റോളിൽ പോയിട്ട് സംസാരിക്കാം. അതാണ് ഇന്നത്തെ പ്ലാൻ. ഇത് എന്താണ് ട്രേഡ് മാർക്ക് എടുത്തത്? ഇത് രേണു ചേച്ചി, കൊച്ചി ചേച്ചി എന്നെക്കാളും വളരെ മൂത്തത്. കല്യാണം കഴിഞ്ഞു, ഭംഗിണ്ട് കൊണ്ട് കാര്യം നോക്കണ്ട. എവിടെയാണോ പെറ്റ് ഷോപ്പ്? കുട്ട 10 ആർട്ടിൻ്റെ ഡ്രോയിങ് അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ സ്റ്റോൾ കണ്ടുപിടിക്കണം. 10 കേട്ടോ. ഇവിടെ ആദ്യത്തെ ആളെ കിട്ടി, നമ്മുടെ ബ്രോയാണ്. എൻ്റെ പേര് മാത്യു. മലയാളിയല്ലേ? മലയാളിയാണ്. നേരത്തെ എൻ്റെ സ്റ്റോൾ കണ്ട് പുള്ളി ഇംഗ്ലീഷ് സംസാരിക്കും, എനിക്ക് ഇംഗ്ലീഷാണ്. ഇവിടെ ഡ്രോയിങ്സ് ഒക്കെയാണ്. എന്താ പഠിച്ചത്? ഞാൻ ആർക്കിടെക്ചർ പഠിച്ചുകൊണ്ടിരിക്കുക. ശരി. അല്ല, പുള്ളി സ്വന്തമായിട്ട് ഒരു കോമിക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോമിക്ക് ആദ്യം കാണും. ഇതാണ് നമ്മുടെ കോമിക്ക്. എൻ്റെ പേര് ഇത് ഇങ്ക്ടോബർ സ്റ്റോറി. ശരി, ഇങ്ക്ടോബറിൽ ചെയ്തതാണ്. അപ്പം ഓരോ ദിവസത്തിൻ്റെ ഓരോ വാക്ക് കണക്ട് ചെയ്തിട്ട് ഒരു ഫുൾ സ്റ്റോറി ഉണ്ടാക്കി. അപ്പോൾ ആ വാക്കിൻ്റെ മുകളിലുള്ള ആ സ്റ്റോറിയും ഉണ്ട്, ആ തീം ബേസ്ഡ് സ്റ്റോറി ഉണ്ട്, പക്ഷേ അടുത്ത സ്റ്റോറിയിലോട്ടും അത് കണക്റ്റഡ് ആണ്. അങ്ങനെ ഒരു ഫുൾ കണക്റ്റഡ് സ്റ്റോറി ഇറക്കിയതാണ്. അപ്പോൾ ഇത് പ്ലാൻ ചെയ്തപ്പോൾ ഇങ്ങനെ സ്റ്റോറി ആക്കണം എന്നുള്ള മൈൻഡിലാണ് അങ്ങനെയാണ് ചെയ്തത്. കാരണം 2 പ്രാവശ്യം ഇങ്ക്ടോബർ ചെയ്തപ്പോൾ ചമ്മിപ്പോയി. അപ്പോൾ ഈ പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു ഇങ്ക്ടോബർ നിങ്ങളുടെ സ്വന്തം ടീമായിരുന്നു? മീൻസ് ഞാൻ മാത്രം, ഞാൻ സിംഗിൾ ആർട്ടിസ്റ്റ്. അല്ല, ഇങ്ക്ടോബർ ശരിക്കും ഒരു വെളിയിലുള്ള ഒരു ആർട്ടിസ്റ്റ് തുടങ്ങിയതാണല്ലോ, നമ്മൾ തന്നെ ഫോളോ ചെയ്യുന്നേ ഉള്ളൂ. അതിൻ്റെ ആ പ്രോംപ്റ്റ് ഫോളോ ചെയ്താണ് ചെയ്തത്. ശരി, കൊള്ളാം. സ്കെച്ചിങ് ഒക്കെ ചെയ്യും അല്ലേ? സ്കെച്ചിങ് ചെയ്യും. ഇത് പോർട്രേറ്റ്സ് വരച്ചതാണ്. ഇത് ഒറിജിനൽ ആണല്ലോ. പ്രിന്റ് അത് അല്ല, രണ്ടും ഒറിജിനൽ. എങ്ങനെ ലാമിനേറ്റ് ചെയ്തോ? ലാമിനേറ്റ് ചെയ്തിട്ട് ഫ്രെയിം ഇടാൻ പറ്റുമോ? ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ്. താങ്ക് യു. അപ്പോൾ ആർട്ടൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. മേഘ എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പെയിന്റ് അടിക്കാൻ വന്നത്. എവിടെ നാട് തിരുവനന്തപുരം തന്നെ. മേഘയുടെ എക്സിബിഷൻ ഫുൾ ഒറിജിനൽ പെയിന്റിങ്സ് ആണ്. അപ്പോൾ ഓണത്തിന് വന്നിട്ട് ഇത്രയും പെയിന്റിങ്സ് ഈ സ്റ്റോളിലാണല്ലോ അല്ലേ? മെഡിക്കൽ ഫീൽഡല്ലേ? മെഡിക്കൽ ഫീൽഡിലാണ്, ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ പാഷനേറ്റ് ആർട്ടാണ്. ഫുൾ കളർഫുള്ളാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട് ഇതിൽ ഇല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഉണ്ട്, ഫോളോ ചെയ്യാം. നമ്മുടെ മേഘയ്ക്ക് ഒരു ഗിഫ്റ്റ്. എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ പോസ്റ്റ് അടിപ്പിച്ച് കേൾക്കണം. രേണു ചേച്ചിയുടെ സ്റ്റോളാണ്. ഇത് എൻ്റെ ഫേവറേറ്റ് റെസിൻ കൊണ്ടുണ്ടാക്കിയ കുറച്ച് ഐറ്റംസ്. ഇത് ഇന്നലെ ഉണ്ടായിരുന്നോ? ഇല്ല. ഇന്ന് ഇത് ഇപ്പം ഇറങ്ങിയ ഐറ്റംസ് ആണ്. റെസിൻ റോസ് പെറ്റലിൽ ബ്ലൂ കളർ ഡൈ ചെയ്തേക്കുന്നു. ഇത് അശ്വിന ചേച്ചി. ഇവർ രണ്ടുപേരും ഫ്രണ്ട്സാണ്. ഇവർ രണ്ടുപേരും ഫ്രണ്ട്സാണ്. എങ്ങനെ ഫ്രണ്ട്സാണ്? ഒരുമിച്ച് പഠിച്ചു. രേണു ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് ടോണി, നമ്മുടെ കോമിക് ലൈബ്രറി നടത്തുന്ന ടോണിയുടെ സീനിയറായിരുന്നു. അപ്പോൾ ലൈബ്രറി വന്നിട്ട് പരിചയമുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലുള്ള സ്റ്റോൾസിലും എക്സിബിഷനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ അല്ലേ?
പിന്നെ പുള്ളിക്കാരുടെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തു? ആരും കഥ പറഞ്ഞ് ഷോർട്ടായിട്ട്. അയ്യോ നമ്മുടെ ചാനലിലാണ് ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പലരും പരാതി പറയാറുണ്ട്, കല്യാണം കഴിഞ്ഞാൽ പരിപാടിയൊന്നും നടക്കില്ല, നമ്മുടെ പാഷൻ ഫോളോ ചെയ്യാൻ പറ്റില്ല. അവർക്കുള്ളൊക്കെ ഉപദേശം ഉണ്ടാക്കിയിട്ടുള്ളൂ, മോട്ടിവേഷൻ. അങ്ങനെയൊന്നുമില്ല. കല്യാണം കഴിഞ്ഞാൽ ഈക്വലി നമുക്ക് പാഷൻ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനത്തെ ഒരു നമ്മുടെ ടാലന്റ് എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലൈക്ക് ഇതെല്ലാം കണ്ടിന്യൂ ചെയ്യാം. ടാലന്റ് എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളെ കല്യാണം കഴിച്ചാൽ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. അശ്വിനി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു? അതെ, രണ്ടുപേരും കഴിഞ്ഞു. എല്ലാരും ആ ചെക്കൻ കല്യാണം ആലോചിക്കേണ്ടതാണ്. സുമുഖനും സുന്ദരമായി യുവാവ് കല്യാണ ആലോചനകൾ ക്ഷണിക്കുന്നു. ഞാടും സാനന്റെ ഫ്രണ്ടാ, ഞങ്ങൾ ഒരുമിച്ച് കോളേജ് പഠിച്ചതാ. ഗേൾഫ്രണ്ട് ഒന്നുമില്ല. കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിർബന്ധിക്കുന്നുണ്ട് വീട്ടുകാർ. ഞങ്ങൾ തമ്മിലുള്ള കഥ പറഞ്ഞ ഒരുപാട് പറയാനുണ്ട്. കോളേജ് ഫ്രണ്ട്സ് ആയിരുന്നു, പിന്നെ ലൈബ്രറി സ്റ്റാർട്ട് ചെയ്തു, ആർട്ട് ക്ലാസ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ടോണി, ഞങ്ങളൊരു ഗ്യാങ് ആണ്. അപ്പോൾ എൻ്റെ മർച്ചൻഡൈസ് ആണ് ആ സൂപ്പർ ഹീറോ. ഇവന് ചാനലുണ്ട്, എന്താണ് കോമിക് മന്ത്ര എന്ന് പറഞ്ഞിട്ട് ചാനലുണ്ട്. മലയാളത്തിൽ കോമിക്സിനെ പറ്റി സീരിയസ് ആയിട്ട് റിവ്യൂസും കാര്യമൊക്കെ എടുക്കുന്ന ചാനലാണ്. അപ്പോൾ കോമിക് മന്ത്ര സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരുപാട് പറഞ്ഞു കൊടുക്കണം. അതായത് ബേസിക്കലി കോമിക് കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ ലൈബ്രറിയാണ്. സോ ഞങ്ങൾ അതിൻ്റെ പാർട്ടായിട്ട് കോമിക്സ്, കേരളത്തിൽ കോമിക്സ് സ്റ്റോർ സെറ്റ് ചെയ്യണതിനുള്ള തുടക്കത്തിലാണ്. പിന്നെ ഒരുപാട് സൂപ്പർ ഹീറോ കോമിക്സ് ഉണ്ട്, DC, മാർവൽ, അങ്ങനത്തെ കുറേ കോമിക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ സൂപ്പർ ഹീറോ എന്താണ് ഇതിന് പറയുക, ആക്ഷൻ ഫിഗേഴ്സ് ഉണ്ട്. ബാറ്റ്മാൻ, അയൺമാൻ, ഇതെന്താ ക്യാപ്റ്റൻ അമേരിക്ക, തോർ, പബ്ജി. പിന്നെ ഇവിടെ ഇതാണ് എൻ്റെ സ്റ്റോൾ. ഞങ്ങൾ ഒരുമിച്ച് സ്റ്റോൾ എടുത്താൽ ഇവിടെ നിങ്ങളുടെ ബ്രാൻഡാണല്ലേ? ബ്രാൻഡിങ് തുടങ്ങിയിട്ടില്ല, പക്ഷെ എന്നാലും ഒരു ബ്രാൻഡായിട്ട് ഡെവലപ്പ് ചെയ്യാനാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെ, ഞങ്ങൾ പുതിയൊരു ക്ലോതിങ് ലൈൻ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്, കനുവ ഒഫീഷ്യൽ ആണ് ഇൻസ്റ്റ പേജ്. അത് നിങ്ങൾക്ക് 3 ഇൻസ്റ്റ പേജ് കണ്ടില്ലേ? 2 അത് പേരൊക്കെ ഒന്ന് പറഞ്ഞ്. ഞങ്ങളുടെ ആക്സസറി ബ്രാൻഡ് ആണ് യൂണിക്കോൺ ആൻഡ് ഞങ്ങളുടെ ക്ലോതിങ് ലൈൻ ആണ് കനുവ. സോ ലൈക്ക് ചെയ്യുക, ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ലെറ്റ് us know your feedbacks. ഹലോ, നമ്മുടെ 3ാമത്തെ ആർട്ടിസ്റ്റുകളുടെ സ്റ്റോളാണ്. 3 പേര് പേരെന്ന് പറയാമോ? ഗായത്രി, അനാമിക, ഐശ്വര്യ. സ്ഥലം എവിടെയാ? TKM കോളേജിൽ പഠിക്കുന്ന ആർക്കിടെക്ചർ സ്റ്റുഡൻസ് ആണ്. തിരുവനന്തപുരം. TKM കൊല്ലത്ത് നിന്നുള്ള ഗഡീസാണ്. പെയിന്റിങ്സ് ഉണ്ട്, പിന്നെ ബുക്ക് മാർക്സ് ഉണ്ട്, കാൻഡിൽസ് ഉണ്ട്, ഡ്രീം ക്യാച്ചേഴ്സ് ഉണ്ട്, പിന്നെ കാർഡ്സ് ഉണ്ട്, ബർത്ത്ഡേ എല്ലാ ഒക്കേഷനിലും വേണ്ട കാർഡ്സ്. പിന്നെ അവിടെ കുറേ പെയിന്റിങ്സ് കൂടി ഉണ്ട്, എല്ലാ ടൈപ്പ് പെയിന്റിങ്സ്. എങ്ങനെയുണ്ട്? ഓളത്തി വന്നിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഞങ്ങൾ ലാസ്റ്റ് ഇയർ വന്നിട്ടുണ്ട് സ്റ്റോളിൽ. ഏറ്റവും കൂടുതൽ സെയിലാവണ ഐറ്റം എന്താ ഇവിടെ? ഡ്രീം ക്യാച്ചേഴ്സ് ആണ്, പിന്നെ കാൻഡിൽസ്. ഈ പെയിന്റിങ് ചെയ്ത ആർട്ടിസ്റ്റാണ്. പെയിന്റിങ്ങിനെ കുറിച്ച് 2 വാക്ക് പറട്ടെ. ഇൻസ്പിറേഷൻ ഞാൻ ഒരു വാട്ടർ കളറാണ് ചെയ്യാറ്, വാട്ടർ കളറും അക്രിലിക്കും. പിന്നെ കുറേയൊക്കെ ഓരോന്നും ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യണതാ. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് പെയിന്റിങ്? ഞാൻ കുഞ്ഞിലോട്ട് ചെയ്യും, അതാണ് ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നത്. ഇൻസ്റ്റ പേജ് ഉണ്ട്, സെതേർഡി ഹാൻഡിക്രാഫ്റ്റ്സ്. അതിൽ കൂടി ഞങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഓർഡേഴ്സ് എടുക്കാറുണ്ട്. എൻ്റെ ചെറിയൊരു ഗിഫ്റ്റ്. ഇതുപോലെ തന്നെ നമ്മുടെ പാഷൻ ഫോളോ ചെയ്യുക. കാണാം, ഒരു പ്രാവശ്യം കൂടി വരാം. ഓളം ആക്ച്വലി ടോണി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ്റെ ഐഡിയ ആയിരുന്നു. ആ പുള്ളിക്കാരൻ വേറെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, അവർ വേറെ ഫ്രണ്ട്സിനോട് പറഞ്ഞു. സോ അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി തുടങ്ങിയതാണ് ഓളം. ഫസ്റ്റ് വൺ വാസ് ഇൻ ഗോൾഫ് ക്ലബ് ട്രിവാൻഡ്രം. അത് ഫസ്റ്റ് വണ്ണ് ഞങ്ങളുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല മഴയായിരുന്നു, ബട്ട് സ്റ്റിൽ ഒരു അടിപൊളി ക്രൗഡായിരുന്നു അതിന്. തോമസ് ജേക്കബ് അങ്ങനെ പരിചയം ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ, ചേട്ടൻ്റെ പേരെന്താ?
തോമസ്. പേര് ഞാൻ കേട്ടിട്ടുണ്ട്. ക്രാഫ്റ്റ് സ്റ്റേഷൻ അറിയാമോ? ക്രാഫ്റ്റ് സ്റ്റേഷനിലെ മനുവിനെ അറിയാമോ? മനു പറയാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പെൻസിൽ വെച്ചിട്ടുള്ള പെൻസിൽ, ചോക്ക്, ക്രയോൺസ്, മൈക്രോ ആർട്ട്. പിന്നെ കുറേ സ്റ്റോറീസ് ഉണ്ട്. നമ്മുടെ ഒടിയൻ്റെ എന്തോ ഓഡിയൻ്റെ ചെയ്തായിരുന്നു. അവരുടെ ടീം അതിൻ്റെ എക്സിബിറ്റ് ചെയ്തായിരുന്നു. പിന്നെ മോഹൻലാൽ, മമ്മൂട്ടി, നിമി പോളിക്കൊക്കെ ഗിഫ്റ്റ് ചെയ്തായിരുന്നു മൈക്രോ ആർട്ട്. അവരുടെ ഓരോ ക്യാരക്ടേഴ്സ് സ്കൾപ്റ്റ് ചെയ്ത്. ജയസൂര്യ നമ്മുടെ സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് ആണ് തോമസ്. ഞാൻ സെലിബ്രിറ്റി അല്ല, ഗിവൺ ടു സം സെലിബ്രിറ്റീസ്. ഫുൾ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെയാ. എടുത്തു പിന്നെ അങ്ങനെ മൈക്രോ ആർട്ട് ആദ്യമായിട്ട് ചെയ്ത എങ്ങനെയാണെന്ന് പറഞ്ഞത്? ഞാൻ 10 വയസ്സുള്ളപ്പോഴാണ് തുടങ്ങിയത്. 10 വയസ്സോളം തുടങ്ങിയത്. അപ്പോൾ എങ്ങനെ ഇതിനെക്കുറിച്ച് എങ്ങനെ അറിവ് കിട്ടി? ഇങ്ങനെ ഒരു ആർട്ട് വർക്ക് ഉണ്ടെന്ന്? ജസ്റ്റ് ഒരു തോന്നൽ. ക്ലാസ്സിൽ ഇരിക്കും, അന്ന് 4-5 പഠിക്കുന്നേ ഉള്ളൂ. ചോക്ക് പീസ് ഉണ്ട്, കോമ്പസ് ഉണ്ട്, അത് വെച്ച് ഒരു കാർവ് ചെയ്തൊരു ഫേസ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ. ഇതിപ്പോൾ ഇതാണോ പ്രൊഫഷൻ? ഇപ്പോൾ ഇതാണ് 1 കൊല്ലമായിട്ട്. എവിടെ വർക്ക് ചെയ്യാറുന്നില്ല മുമ്പ്? ഞാൻ 10 കൊല്ലം IT യിലായിരുന്നു, പല കമ്പനീസിലായിട്ട്. 1 ഇയർ ആയിട്ട് ഇപ്പോൾ പാഷൻ ഫോളോ ചെയ്യുവാണ്. ചേട്ടൻ ഒരു ഗിഫ്റ്റ് എൻ്റെ വക. താങ്ക് യു. ഓക്കെ. നമ്മുടെ 5ാമത്തെ ആർട്ടിസ്റ്റ് ഇന്നലെ വന്ന് പരിചയപ്പെട്ടുണ്ടായിരുന്നു. എന്താ പേര്? നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? അത് ലിസ്നയുടെ ആർട്ട് വർക്കാണ്. 2 പേര് ആർട്ട് വർക്ക് ഉണ്ടോ? ലിസ്ന എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇവിടെ ഓണത്തിൽ ഒരുപാട് ആർക്കിടെക്ചർ സ്റ്റുഡൻസ് ഉണ്ട്. ഫുൾ പെയിന്റിംഗ് ആണല്ലേ? പെയിന്റിംഗ് ആണോ പാഷൻ? എപ്പോൾ തുടങ്ങി പെയിന്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്? ഞാൻ ചെറുപ്പം തൊട്ട് വരക്കായിരുന്നു. ഇപ്പോൾ സ്റ്റുഡൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തി വരയ്ക്കുന്ന പെയിൻറ്റിങ്സ് ആണല്ലേ? എങ്ങനെയുണ്ട് ഓണത്തിൽ വന്നിട്ട്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ? അത്യാവശ്യം തിരക്കും. ഫസ്റ്റ് ടൈമാണോ? ഇതിൽ ഫേവറേറ്റ് ആർട്ട് വർക്ക് ഏതാ? ഇതാണല്ലേ? ഇതൊരു സീരീസ് പോലെ ചെയ്തായിരിക്കും. ഓ, ഒരു ഗിഫ്റ്റ് എൻ്റെ വക. ആക്ച്വലി നമ്മുടെ ലിസ്നേനെ സപ്പോർട്ട് ചെയ്യുന്ന ബ്രോയാണ്. ലിസ്നയുടെ ഫ്രണ്ടാണ്. ആക്ച്വലി പുള്ളിക്കാരൻ്റെ വീഡിയോ എന്തിനാണ് എടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഇതുപോലെ ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. വേറെ പലരും ഫേസും നമ്മൾ കാണാറില്ല. നമ്മൾ എന്തായാലും പുള്ളിയുടെ എന്തായാലും ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നത്? ഞാൻ ക്ലാസ്മേറ്റ് ആണല്ലേ? വളരെയധികം സന്തോഷമുണ്ട് ഒരു ക്ലാസ്മേറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതിൽ. കാണാം. ഇതുണ്ട് എക്സ്പീരിയൻസ്. ടാറ്റുവിൻ്റെ സ്റ്റോളാ? അതെ. ചേട്ടൻ തിരുവനന്തപുരത്ത്? അതെ, ട്രിവാൻഡ്രം. എൻ്റെ പേര് രതീഷ്. റാം ടാറ്റൂസ് ട്രിവാൻഡ്രം. റാം ടാറ്റൂസ് ട്രിവാൻഡ്രം എന്നാണ് സ്റ്റോളിൻ്റെ പേര്. ഇത് ടാറ്റു ചെയ്യാൻ ഒരുപാട് പേര് വരുന്നത് തോന്നുന്നല്ലേ? ടാറ്റു ഇപ്പം നമ്മുടെ ജനറേഷനിൽ കൂടുതലും ആൾക്കാർ ടാറ്റു ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ആണ്. പിന്നെ കൂടുതലായിട്ട് ടാറ്റു ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ ടാറ്റു ഭയങ്കര പേടി സ്വപ്നമാണ്. അതെ. ടാറ്റു ചെയ്യുന്നവരൊക്കെ എന്തോ ഭയങ്കര ആൾക്കാരാണ് എന്നൊക്കെ. അതൊക്കെ മാറി, കോമൺ ആയി. ടാറ്റു എന്ന് പറയാൻ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമായി മാറി. കുറേ ഡിസൈൻസ് ഉണ്ടല്ലേ? ഇതെല്ലാം ഞാൻ ഷോപ്പിൽ ചെയ്ത വർക്കില്ല, എൻ്റെ വർക്ക്സിലാണ്. ഷോപ്പ് എവിടെയായിട്ടല്ലേ? ഷോപ്പ് കുമാരപുരം, തിരുവനന്തപുരം, ട്രിവാൻഡ്രം. പിന്നെ എപ്പോഴാണ് ടാറ്റു ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്? ടാറ്റു സ്റ്റാർട്ട് ചെയ്ത ഒരു 3 years ബാക്കാണ്. അതിന് മുമ്പ് എന്തായിരുന്നു? അതിന് മുമ്പ് ചുമ്മാ ഡ്രോയിങ്സ് അത് ഇത് കാര്യങ്ങൾ പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു. ശരി. അതിന്നാണ് ഇതിലോട്ടൊരു ടേൺ ആയത്. ഇപ്പോൾ ഫുൾ ഓൺ ടാറ്റു സ്റ്റുഡിയോ. 10 to 10 ആണ് ടൈം, സ്റ്റുഡിയോ ടൈം. ചേട്ടാ ഒരു ഗിഫ്റ്റ് കാണാം. ഇവൻ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ 7ാമത്തെ ആർട്ടിസ്റ്റിൻ്റെ സ്റ്റോളിലാണ് എത്തിയിരിക്കുന്നത്. ഒരു ചേട്ടനും പുള്ളിക്കാരൻ്റെ വൈഫുമാണ് സ്റ്റോൾ ഇട്ടിരിക്കുന്നത്. കാർട്ടൂൺ സ്റ്റൈലിലുള്ള ആർട്ട് വർക്ക്സ് ആണ്. കീ ചെയിൻസ്, അതുപോലെ ക്യാൻഡിൽസ്, ബുക്സ്, കോഫി മഗ്സ്, ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഫുൾ കാർട്ടൂണിഷ് ആയിട്ടുള്ള ആർട്ട് വർക്ക്സ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വൈഫാണ്. ചേട്ടൻ്റെ പേര് അജിത്ത്. മാമിൻ്റെ പേര്? Take a look.
കസ്റ്റമൈസ് ചെയ്ത പ്രോഡക്ട്സാണ് ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ട് കൊടുക്കാൻ. പഴയ മലയാളം മൂവീസിൻ്റെ കാർട്ടൂൺ ഇത് മാഗ്നറ്റ്, മാഗ്നറ്റ്സ്, ബാഡ്ജസ്. ഞങ്ങൾ ലൈവ് കാർട്ടൂണിങ്ങും ചെയ്യുന്നുണ്ട് ഇന്ന്. ഇവിടെ വന്നിട്ട് അവരുടെ ലൈവായിട്ട് ഫോട്ടോ തരും, പിന്നെ ഞങ്ങളത് കാർട്ടൂൺ ചെയ്യും. ഒരു ഇത് കിട്ടുവാണെങ്കിൽ ടൈം ലാപ്സ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഞങ്ങൾ വരയ്ക്കുന്നത്. സോ ഐപാഡിൽ പ്രോക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഇറ്റ്സ് ഈസി ടു യൂസ്. ഐപാഡിൽ പ്രോക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. It's easy to use and it's only $8.99 to download, so anybody can become an artist. നമ്മുടെ ടിപ്പ് താങ്ക് യു. പിന്നെ എങ്ങനെയാ ആർട്ട് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തത് ഈ വരച്ച്? Mainly I used to get ideas by reading the Bible. Bible വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ I get scripture based cartoon ideas. അങ്ങനെയാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് മൂവി ബേസ്ഡ്, സ്പോർട്സ് ബേസ്ഡ് എല്ലാ തീംസ് ചെയ്യുന്നുണ്ട്. 1 year ആയിട്ട് സോൾട്ട് ആൻഡ് ലൈറ്റ് തുടങ്ങിയിട്ട് ഫീൽഡിൽ തന്നെയാണ് full time job. ഫുൾ ടൈം ആർട്ടിസ്റ്റ്. അപ്പോൾ കാണാട്ടോ ഒരു ചെറിയൊരു ഗിഫ്റ്റ്. നല്ല സ്നേഹമുള്ള ചേച്ചിയും ചേട്ടനും. ഒരു പണിയെടുത്തിട്ടുണ്ട്, അതാണ് വേറെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളവരായിട്ട്. 8ാമത്തെ ആർട്ടിസ്റ്റിന്റെ സ്റ്റോളാണ്. ചേച്ചി പേരെന്താ? നവമി. പിന്നെ ആരെങ്കിലും ഉണ്ടോ? ബ്രദറിന്റെ പ്ലാൻസ് പരിപാടി. ചേച്ചിയുടെ ആർട്ട് വർക്കാണോ? നവമി ചേച്ചിയുടെ ആർട്ട് വർക്കാ. സംഘമിത്രാവിൻ്റെ ഒരു ചേച്ചിയാണ്, എൻ്റെ ഫ്രണ്ടാ, കോമൺ ഫ്രണ്ടാണല്ലേ. ഭൂമിക എന്ന് പറഞ്ഞൊരു പേര് കേട്ടില്ല, അതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഭൂമിക എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ഒരു NGO സൊസൈറ്റി ആണ്. അതെന്ന് പറയുന്നത് ഒരു ഭൂമിക ഡോൾ 201 rupees ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഈ മഹിളാ മന്ദിറിലൊക്കെ ഇൻമേറ്റ്സ് ആണ്, അതായത് അവർ ഫിസിക്കലി ആൻഡ് മെന്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ 50% എന്ന് പറയുന്നത് അവർക്കൊരു വേജസ് പോലെ പോകും മന്ത്ലി ആയിട്ട്. ലൈക്ക് അവരിപ്പോൾ ഒരു 8 ഡോൾസ് ഒരു ഡേ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ 800 rupees ഏൺ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് 50% എന്ന് പറയുന്നത് നമ്മൾ റീബിൽഡ് കേരള പരിപാടിക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടനാട് കാവാലം എന്ന് പറയുന്ന ഒരു വില്ലേജ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ക്ലീൻ വാട്ടർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് 50% യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 201 rupeesൻ്റെ ഒരു ഡോളാണ്. ഔട്ട് ഓഫ് ഇമോഷൻ മേടിക്കേണ്ട ഒരു ഡോളാണ്. അപ്പോൾ ആർട്ട് വർക്ക് വെച്ചിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഡോളിൻ്റെ പേരെന്താ? ഭൂമിക എന്ന് പറയുന്ന ഡോളാണ്. വേറെ എന്തൊക്കെയാണ് ആർട്ട് വർക്ക്സ്? പോസ്റ്റ് കാർഡ്സ്. പോസ്റ്റ് കാർഡ്സ് ഉണ്ട്. ഇത് ബ്രദറിന്റെ ബ്രദറിന്റെ പേരെന്താ? ബ്രദറിന്റെ പേര് കൃഷ്ണൻ. അതാണ് ബ്രദർ. ഹായ്. ഇതിലേക്ക് എങ്ങനെ ചെടി ആ ഒരു ഐറ്റത്തിലേക്ക് എങ്ങനെ പ്ലാന്റ്സിലേക്ക് എങ്ങനെ വന്ന്? ഞങ്ങൾ ആക്ച്വലി പണ്ട് തൊട്ട് ഇൻഡോർ പ്ലാന്റ്സ് ഒത്തിരി ആയിട്ട് ചെയ്യുന്ന കൂട്ടരാണ്. ലൈക്ക് എക്സിബിഷൻ ക്ലബ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ പ്ലാന്റ്സും ആർട്ടും. തോട്ട് മിക്സ് ആർട്ട് പ്ലാന്റ്സ്. എൻ്റെ ഒരു ഗിഫ്റ്റ്. ബൈ. ഒരു ഭൂമികേനെ വാങ്ങിച്ചു. അപ്പോൾ ഒരുപാട് ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ട ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ കിട്ടുന്ന അവസരമല്ലേ. വിറ്റ് പോയതിൻ്റെ ഞാൻ ഈ സ്റ്റോളിൽ കയറാനായിട്ട് ഒരു 5 വട്ടം ഇതിൻ്റെ ചുറ്റും നടന്നുണ്ട്. കയറാൻ പറ്റിയിട്ടില്ല, ഭയങ്കര തിരക്കായിരുന്നു. നമ്മുടെ റോഷൻ ബ്രോയുടെ സ്റ്റോളാണ്, പുള്ളിക്കാരൻ്റെ വൈഫാണ്. റോഷൻ ബ്രോ നമ്മുടെ ടോണിയുടെ ഒക്കെ ഫ്രണ്ട്സാണ്, ഫുൾ കോമിക്കിന്റെ ആൾക്കാരാണ്. ലിലോ റോഷ് എന്നുള്ള ബ്രാൻഡിനെ കുറിച്ച് പറയാമോ? ഓക്കെ, ലിലോ റോഷ് ആക്ച്വലി ഞാൻ റോഷ് സോ അങ്ങനെ ലിലോ റോഷ് ആൻഡ് റോഷൻ ആർട്ടിസ്റ്റ്. അപ്പോൾ റോഷന് ആക്ച്വലി ടൂൾസ് ക്യാരി ചെയ്യാൻ ഒരു ബാഗ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ആർട്ടി എന്ന് പറഞ്ഞ ബാഗ് ഉണ്ടാക്കിയത്. ആർട്ടി ഉണ്ടാക്കി ഇങ്ങനെ ഒരു ഹോബി പോലെ ഞാൻ ആർട്ടി ഉണ്ടാക്കി. അപ്പോൾ കൊളീഗ്സ് കണ്ടിട്ട് അത് ഓർഡർ ചെയ്തു. അങ്ങനെ ഓർഡേഴ്സൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ നമ്മളൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഒരു ഓസ്കർ നോമിനേറ്റഡ്
ഡിസ്നി ഡയറക്ടർ നമ്മുടെ ബാഗ്സ് രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് ഹീ സ്റ്റാർട്ടഡ് പ്രൊമോട്ടിങ് അസ് ലൈക്ക് ക്രേസി. അപ്പോൾ ഇൻ്റർനാഷണൽ ഓർഡേഴ്സ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ സീരിയസ് ആയിട്ട് എടുക്കാം ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ രജിസ്റ്റർ ഒക്കെ ചെയ്തു. ഇപ്പോൾ ഇതൊരു പ്രോപ്പർ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തു. നൗ വി ഹാവ് ന്യൂ പ്രോഡക്ട്സ്. അപ്പോൾ സ്മാർട്ടി ഈസ് വൺ സച്ച് പ്രോഡക്റ്റ്. So you can slip your fingers in through this and then it stays on your palm. You can flip open, take your pen out and sketch. So that's how it is, and it folds up. It's got slots of 6 different pens and it folds up like this, so you can carry it with you all the time. അപ്പോൾ ആർട്ടിസ്റ്റുകൾക്കൊക്കെ പറ്റിയ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. Yeah, customer. Bags. Please contact us on Facebook, Instagram or online and we customize bags. ഇവർ രണ്ടുപേരും ലൈഫ് സ്റ്റൈൽ ഭയങ്കര രസമാണ്. എനിക്ക് എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട്, മറ്റേ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട്, ഫാമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് ഇടണം ഫാമിൽ പോയിട്ടുള്ള ഐറ്റംസ് ഒക്കെ. അത് ഫാമിലത്തെ ഐറ്റം, അവരുടെ ഫാമിലുള്ള ക്യാറ്റും ഡോഗ്സും ഒക്കെയാണ്. നിങ്ങൾ രണ്ടുപേരാണുള്ളത്. എൻ്റെ കൂടി ഇപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ റോഷൻ ബ്രോനെ കുറേ അന്വേഷിച്ചു, ഇപ്പോഴാണ് കിട്ടിയത്. നമ്മുടെ റോഷൻ ബ്രോ യൂറേക്കിലൊക്കെ ആർട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പുതിയതായിട്ട്. യൂറേക്കയുടെ കവർപ്പിക്കൊക്കെ ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പുതിയ ആർട്ട് വർക്ക് എന്ത് ചെയ്യുന്നത്? കളറിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഒരു $6 million മാൻ എന്ന് പറഞ്ഞിട്ട് പഴയ 70s ഒരു സീരീസ് ഇപ്പോൾ കോമിക്കായിട്ട് രണ്ടാമത് ചെയ്യാൻ പോകും. പുള്ളി കോമിക് ആർട്ടിസ്റ്റാണ്, അടിപൊളി ആർട്ടിസ്റ്റാണ്. ഗിഫ്റ്റാണ്. ബൈ. നമ്മുടെ 10ാമത്തെ ആർട്ടിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓളത്തിൽ നമ്മൾ 10 ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുന്നതാണ് പറഞ്ഞേക്കണേ. ഇത് 10ാമത്തെ ആർട്ടിസ്റ്റ്. പേര് പറഞ്ഞായിരുന്നു. I'm Abdul. I'm a graduate from National Institute of Design, Ahmedabad. She is Lakshmi. She's a ceramic artist from NID. Same from the batchmates. Yeah. Now I'm working as an artist. ലവ് മാരേജ് ആയിരുന്നു. We're not. അയ്യോ, So we're batchmates. ഭാവിയിൽ മാരേജ് ചെയ്യാലോ, കുഴപ്പമൊന്നുമില്ല. We're good. That's good. Yeah. So these are our products. ഓക്കെ. ഈ ആർട്ട് വർക്കൊക്കെ ചെയ്ത് This is another friend of ours, Kokila Bhattacharya. She is out of Bhopal, so she closely works with Bhopal gas tragedy victims and all. Most of her work is influenced and inspired by that. She also does some day-to-day, daily basis things like posters like these. And we have a unisex shirt brand which is called Ikas. So we wanted to promote some colorful stuff to men and some shirts to women. And these are handmade ceramic terracotta products. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. So the product ranges I work with are miniatures and planters and a couple of tables. പുള്ളിക്കാരി നാട്ടിലില്ല. Illa. She is from Bhopal, so she is busy with some other project in Himachal right now. So we keep collaborating with each other's products and that's how we work. ചെറിയൊരു ഗിഫ്റ്റാ. ബൈ, കാണാം. നമ്മൾ ബ്രോയാണ്, ഇന്നലെ പരിചയപ്പെട്ടു. പേര് പറഞ്ഞു? എൻ്റെ പേര് ആനന്ദ്. ആനന്ദ്. പിന്നെ നിങ്ങളുടെ എല്ലാവരും പെയിന്റിങ്സ് ആണോ എടുത്തു വെച്ചില്ല? ഇതാണ് ഇതിന്റെ പെയിന്റിംഗ് ആണ്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുന്നത്? ആർക്കിടെക്ചർ സ്റ്റുഡൻസ് ആണ്. മരിയൻ കോളേജ് ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ് കഴക്കൂട്ടത്തിന് 4th years ആണ്. സെയിം ക്ലാസ്. സെയിം ക്ലാസ്. നമ്മളൊരു 10 പേര് ചേർന്നിട്ട് സ്റ്റോളാണ്. നമ്മുടെ എല്ലാവരുടെയും മൾട്ടിപ്പിൾ വർക്ക്സ് ഉണ്ട്. അത് ശരി, 10 പേര് വർക്ക്സ് ഉണ്ട്. 10 പേര് സെറ്റ് കഴിയുമ്പോൾ ഞാൻ വരാം ഒരു ഷോട്ട് എടുക്കാനായിട്ട്. 10 പേരുടെ വർക്ക്സിന്റെ സ്റ്റോളാണ് എൻ്റെ ഗിഫ്റ്റ്. കാണാം.
അവൻ കുനിഞ്ഞു പോണ് വീഡിയോ. അങ്ങനെ സക്സസ്ഫുള്ളി 10 ആർട്ടിസ്റ്റുകളുടെ സ്റ്റോളിൽ പോയി 10 പേരെ പരിചയപ്പെട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ചലഞ്ച് കംപ്ലീറ്റഡ്. നമ്മുടെ സബ്സ്ക്രൈബർ രഞ്ജിത്ത് ബ്രോ വന്നിട്ടുണ്ട്. രഞ്ജിത്ത് ബ്രോ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ പുള്ളി വീണ്ടും ടിക്കറ്റ് എടുത്ത് കയറി നമ്മുടെ അടുത്തേക്ക് വന്നേക്കാണ്. ഇവിടെ കുറച്ച് ഡ്രോയിങ്സ് ഉണ്ട്, നമുക്ക് കാണിച്ചു തരാനായിട്ട്. അതിനുണ്ട് ഫ്ലീ മാർക്കറ്റ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് തന്നെ കസ്റ്റമറുടെ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഈ സ്റ്റാള് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഡ്രോയിങ്സ് കാണിച്ചത്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടെന്ന് വരച്ചത് സച്ചിൻ്റെ ഈ യൂട്യൂബിലുള്ള വീഡിയോസ് കണ്ടാണ് ഞാൻ വരച്ചു തുടങ്ങിയത്. പെൻസിൽ അടിക്കാൻ പോലും നേരെ അറിഞ്ഞുകൂടായിരുന്നു. വീഡിയോ കണ്ട ആ ഒരു പ്രചോദനം കൊണ്ടാണ് ഞാൻ വരച്ചു തുടങ്ങിയത്. എങ്ങനെ വരയ്ക്കാം, ഒരു ഷാഡോസ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും. വെറുതെ ഒരു 2D പോലെ വരച്ച് ഇരുന്ന് ഞാനാണെങ്കിൽ പെട്ടെന്ന് വീഡിയോസ് ഉണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. പടം ഇപ്പം ഞാൻ വരച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ടോവിനോടെ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി പറഞ്ഞ ഫ്രണ്ടിൻ്റെ നിങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത ആൾക്കാരാണ്. പിന്നെ ഇതൊക്കെ ഞാൻ വരച്ചത്. അത് ഫോട്ടോസ്റ്റാറ്റ് അല്ലേ? ഇല്ല, ഫോട്ടോസ്റ്റാറ്റാണ് വരച്ചതിൻ്റെ ഫോട്ടോ എടുത്തു. ഫോട്ടോസ്റ്റാറ്റ് ഇതൊക്കെ ഫോട്ടോസ്റ്റാറ്റാണ്. ഇതൊക്കെ ബാക്കിയുള്ള നമുക്ക് പരിചയമുള്ളതായിരിക്കില്ല. ഇപ്പം ഞാൻ വരച്ചു തുടങ്ങിയുള്ളൂ. ഏകദേശം ആർട്ടിലെ എൻ്റെ പെൻസിലൊക്കെ മേടിച്ചിട്ടാണ് വരച്ചു തുടങ്ങിയത്. പിന്നെന്താണ്, എത്ര നാളെ വരച്ചു തുടങ്ങിയിട്ട്? വരച്ചു തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസം ആവുകയുള്ളൂ. അത് ശരി. ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഗ്രിഡ് മേക്കർ എന്ന് പറഞ്ഞാൽ 2 മാസമായിട്ടുള്ള നമ്മൾ രഞ്ജിത്ത് വരച്ചു തുടങ്ങിയിട്ട് നമ്മൾ വീഡിയോസ് കണ്ടിട്ട് വരച്ചു തുടങ്ങിയതാണ്. ഗ്രിഡ് വെച്ചിട്ട് ഫസ്റ്റ് ആ വീഡിയോ ഞാൻ കാണുന്നത്. അപ്പോഴാണ് എനിക്ക് വരച്ചുകൂടാ, എന്തുകൊണ്ട് വരച്ചുകൂടാന്നുള്ളൊരു ഐഡിയ തോന്നി. അങ്ങനെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഒരു റെഫറൻസ് പിക്ചർ എടുത്ത് ഞാൻ ആഡ് ചെയ്ത് വരച്ച് വെറുതെ വാട്സപ്പ് സ്റ്റാറ്റസിട്ട് ഫ്രണ്ട്സൊക്കെ അയ്യോ എൻ്റെ കൂടെ പെട്ടെന്ന് തന്നെ കാണാൻ ഞാൻ വിചാരിച്ചല്ലേ. പുള്ളി ഇന്നലെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തന്നെ കണ്ടിട്ട് അധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ വിട്ടിരുന്നത് എൻ്റെ സ്റ്റോളിലിരിക്കുകയാണ്. നമ്മൾ സംസാരിച്ചിട്ട് കുറച്ച് നേരം മൊത്തം ഒന്ന് കറങ്ങാൻ പോകണം അല്ലേ? സമയമില്ല നമുക്ക് കറങ്ങാൻ പോയി. രാത്രി 11 വരെ നമ്മൾ തകർക്കല്ലേ. അപ്പോൾ നമ്മുടെ സ്റ്റോറിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. പേര് പറ. ഐഫ. ഹായ് ഓർത്തേ. ഇൻസ്റ്റാഗ്രാം എങ്ങനെ ഉണ്ടോ? ഐഡിയ എന്ന് പറഞ്ഞു. നീവിൻ ബ്രോ വന്നിട്ട് നമ്മുടെ സബ്സ്ക്രൈബറാണ്, ടീച്ചറാണ്. ഏത് കോളേജ്? ജ്യോതിനില ഹൈസ്കൂളിലെ ടീച്ചറാണ്, തിരുവനന്തപുരം. ലൈവല്ല, വീഡിയോ. നമ്മുടെ സബ്സ്ക്രൈബർ, വീണ്ടും അടുത്ത സബ്സ്ക്രൈബർ ഷൈജു. പുള്ളിക്കാരെ വരച്ച ഡ്രോയിങ്സ് ആണ്. ഇന്ന് കാണിച്ചത് ഫുള്ള് ഫോട്ടോ നോക്കിയല്ലോ വരക്കണം. അതെ അതെ അതെ, ജസ്റ്റ് തുടങ്ങിയുള്ളൂ. എത്ര കാലം വരച്ചു തുടങ്ങിയിട്ട്? ഇല്ല, ഞാനിപ്പോൾ ഒരു 2-3 മാസമായിട്ടുള്ള പണ്ട് കുട്ടിക്കാലത്ത് വരയ്ക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളെ ആ ഗ്രൂപ്പിൽ വന്ന ആ സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ഗ്രൂപ്പൊക്കെ എങ്ങനെയാണ്? അടിപൊളി. ഞാനിവിടെ വരുന്ന വഴി കൊച്ചിയിൽ നിന്ന് കാർ ഓടിച്ചാണ് ഇവിടെ തിരുവനന്തപുരത്തേക്ക് വന്നത്. വരുന്ന വഴി നമ്മുടെ സബ്സ്ക്രൈബർ കാശിനാഥൻ്റെ ആ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അമ്മേനൊക്കെ പരിചയപ്പെട്ടിട്ട്, അപ്പോൾ കാശിനാഥൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. അവൻ്റെ വരച്ച പെയിൻറ്റിങ്സൊക്കെ കാണാം. നമ്മുടെ ആദ്യം മുതലുള്ള വലിയ സപ്പോർട്ടറാണ് കാശിനാഥൻ. കാശിനാഥൻ ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ആലപ്പുഴ പാതിരപ്പള്ളിയിലെ നമ്മുടെ സബ്സ്ക്രൈബർ കാശിനാഥൻ്റെ അമ്മ, മാമൻ്റെ മകളെ, എന്താ പേര്? മാമ്മയുടെ വരുമ്പോൾ പിന്നെ അതെ കാശിനാഥൻ്റെ അമ്മൂമ്മയല്ലേ, അവിടെ നമ്മൾ എത്തി നോക്കുന്നുണ്ട്. അപ്പോൾ അതേ കാശിനാഥൻ്റെ പെയിൻറ്റിങ്സ് ആണ് ഈ കാണുന്നത്.
നമ്മുടെ പ്രജ്വൽ ബ്രോവിനെ ഓർമ്മയുണ്ടോ? നമ്മുടെ ആർട്ട് സ്കൂൾ വർക്ക്ഷോപ്പ് നടത്തിയ കാലിഗ്രഫി വർക്ക്ഷോപ്പ് നടത്തുന്ന പ്രജ്വൽ ബ്രോവിൻ്റെ വർക്ക്ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുക. കാലിഗ്രഫി വർക്ക്ഷോപ്പ് തന്നെയായിരിക്കും. പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺഡേ ഓളത്തിൽ വർക്ക്ഷോപ്പ് ഉണ്ട്. ഞാൻ കയറിക്കോട്ടെ, ഉള്ളിലോട്ട് കയറിക്കോട്ടെ. പ്രജ്വൽ ബ്രോ എത്ര വർക്ക്ഷോപ്പ് പഠിക്കുന്നത്? വർക്ക്ഷോപ്പ് 2.5 തുടങ്ങിയതാണ്. കാലിഗ്രഫി വർക്ക്ഷോപ്പാണല്ലോ. അതെ. എന്ത് ലാംഗ്വേജ്? ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്. പിന്നെ നമ്മൾ വേറെ ടൂൾസ് കൊടുക്കുന്നുണ്ട്, ഇംഗ്ലീഷ് ചെയ്യുന്നുണ്ട്. പരിചയം നമുക്ക് പരിചയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളെ വച്ചാനാണ്. ഒന്ന് വീഡിയോ എടുത്തോട്ടെ. ഓളം നല്ല വൈബാണ്, നല്ല ക്രൗഡുണ്ട്, ഒരുപാട് ഇൻട്രസ്റ്റ് ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. രാത്രിയൊക്കെ നല്ല വൈബാണ്, നല്ല പോസിറ്റീവ് മൈൻഡാണ്, പോസിറ്റീവ് വൈബാണ്, അടിപൊളിയാണ്. ആക്ച്വലി ഓളം കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകുന്ന ഒരു അല്ലെങ്കിൽ നൈറ്റ് സ്റ്റേ ചെയ്തിട്ട് നമ്മുടെ രഞ്ജിത്ത് ബ്രോ എൻ്റെ ബൈക്കിൽ അതെ തിരുവനന്തപുരം കാണിക്കാൻ കൊണ്ടുവന്നേക്കാണ്. തിരുവനന്തപുരം ഫുൾ ഓൺ വിഷ്വൽസാണ്. ഡബിൾ ഡെക്കർ ബസ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ സെക്രട്ടേറിയറ്റ് കണ്ടു. പിന്നെ എന്തോ സ്റ്റേഡിയം ഉണ്ടല്ലോ, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം കണ്ടു. പിന്നെ ഒരു അമ്പലം കണ്ടു, പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. പിന്നെ അതെ തിരുവനന്തപുരത്തെ മോസ്റ്റ് ഫേമസ് അനന്തപുരി പത്മനാഭസ്വാമി ക്ഷേത്രം. നിലവറൊക്കെ എവിടെയാണോ? നിലവറൊക്കെ അതിനകത്ത് എനിക്കറിയില്ല.